കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ ഞായറാഴ്ച വിദ്യാഭ്യാസ ഞായറായി നാം കണക്കാക്കുന്നു. എഡ്യൂക്കേഷൻ സൺഡേ. എഡ്യൂക്കേഷൻ ആസ് എ മിനിസ്ട്രി ഓഫ് ദ ചർച്ച്. സഭയുടെ ഉത്തരവാദിത്വമാണ് വിദ്യാഭ്യാസം നൽകുക എന്നത്. അത് സഭയുടെ മിനിസ്ട്രിയാണ്, ശുശ്രൂഷയാണ്. എന്തിനാണ് നാം വിദ്യ അഭ്യസിക്കേണ്ടത്? നമുക്ക് ചുറ്റും നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും നാം പഠിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ വലിയ ശക്തിയെയും അത്ഭുതങ്ങളെയും അവൻ്റെ കരവിരുതിനെയും അവൻ്റെ ആലോചനകളെയും മഹിമയുമാണ് നാം ദർശിക്കുന്നത്. അപ്പോൾ നാം വിദ്യ അഭ്യസിക്കുമ്പോൾ നാം അറിയേണ്ടത്, നമുക്ക് ഇതെല്ലാം കാണുമാറാക്കിയവനെ, കേൾക്കുമാറാക്കിയവനെ, അനുഭവിക്കുമാറാക്കിയവനെ, പഠിക്കുമാറാക്കിയവനെ അറിയുക എന്നുള്ളതാണ്. അതായത് ദൈവത്തെ അറിയുക. എങ്ങനെയാണ് നാം ദൈവത്തെ അറിയേണ്ടത്? ദൈവത്തെ അറിയേണ്ടത് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ അനുഭവങ്ങളിൽ കൂടെയുമാണ്, കാഴ്ചകളിലൂടെയുമാണ്. അപ്പോൾ നാം മനസ്സിലാക്കും, ഇതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ട്. പക്ഷേ മനുഷ്യൻ സാധാരണ ചെയ്യുന്നത് തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ മാത്രം, നന്മകളെ മാത്രം, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും മാത്രം ചിന്തിച്ച് അതിൽ ആശ്രയിച്ച് അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജീവിതം പാഴാക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ആ സൃഷ്ടാവായ ദൈവത്തെയാണ്. സൃഷ്ടാവായ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒരുവന് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പാപം അവൻ്റെ മനസ്സിൽ കൂരിരുട്ട് പോലെ അഥവാ അന്ധകാരം പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ അന്ധനാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികളെ, അല്ലെങ്കിൽ താൻ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും എല്ലാം പുറകിൽ ഒരു സൃഷ്ടാവായ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ ആ അന്ധകാരം അവനെ മൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അതായത് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. ആ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം, അൾട്ടിമേറ്റ് എയിം എന്നുള്ളത് യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. നാം യേശുവിനെ മനുഷ്യനായി നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവനായി കണ്ടു. എന്നാൽ ആ യേശു സാക്ഷാൽ ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഇന്നത്തെ നമ്മുടെ പഠനം നാം ആരംഭിക്കുന്നതിന് മുമ്പേ സങ്കീർത്തനം 119 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഇതൊരു പ്രവചന സങ്കീർത്തനമാണ്. യഹോവയുടെ വചനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വചനം ജഡമായി തീർന്നതാണ്. ജഡധാരണം ചെയ്ത വചനമാണ് യേശു ക്രിസ്തു. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവന്
തന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയുവാൻ എപ്പോഴും അവൻ പ്രാപ്തനായിരിക്കും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. ആരാണ് സത്യം? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം എന്നത് യേശുക്രിസ്തുവാണ്, ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ദൈവത്തെ അറിയുന്ന ഒരുവന് മാത്രമേ വിശാലതയിൽ നടക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ദൈവവചനത്തെ നാം ധ്യാനിക്കണം. വചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിനെയാണ് നാം അനുനിമിഷം ധ്യാനിക്കേണ്ടത്. May your unfailing love come to me, O God, your salvation according to your promise. യേശുക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് രക്ഷ നൽകപ്പെട്ടത്. സാൽവേഷൻ അക്കോർഡിംഗ് ടു യുവർ പ്രോമിസ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആദിയിലെ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനമായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Then I will answer the one who taunts me, for I trust in your word. Do not snatch the word of truth from my mouth, for I have put my hope in your laws. I will always obey your law forever and ever. I will walk about in freedom, for I have sought out your precepts. യേശുക്രിസ്തുവിനെ അറിയുന്നവർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്. ഇന്ന് മനുഷ്യരാശി സ്വാതന്ത്ര്യമില്ലാതെ നട്ടം തിരിയുകയാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞവരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നത്. അതായത് യേശുക്രിസ്തു സത്യമാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ആര് സ്വീകരിക്കുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. I will speak of your statutes before kings and will not be put to shame. I delight in your commandments because I love them. I reach out my hands for your commandments which I love, and I meditate on your decrees. ദൈവവചനത്തെ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുവാൻ നാം ഉത്സുകരായിരിക്കണം. ഇന്നത്തെ പ്രധാന വചനപാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി പഴയ നിയമത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് പഠിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് നെഹമായ ചാപ്റ്റർ 8 വേഴ്സസ് 1-8. ദൈവവചനം എങ്ങനെയാണ് മനുഷ്യഹൃദയങ്ങളിൽ പരിവർത്തനമുണ്ടാക്കുന്നത് എന്നും വചനകേൾവിയാൽ മനുഷ്യർക്ക് എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത് എന്നും ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ വർഷങ്ങൾക്കപ്പുറം ബാബിലോണ്യ പ്രവാസത്തിലായിരുന്നു. അവർ തങ്ങളുടെ സ്വന്തം ദേശമായ ഇസ്രായേലിൽ ജെറുസലേമിൽ സിയോനിലായിരുന്നപ്പോൾ ദൈവവചനത്തോട് മറുതലിച്ച് അതിനെ അവഗണിച്ച് ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ചതുകൊണ്ട് യഹോവയായ ദൈവം അവരെ ബാബേൽ രാജാവിൻ്റെ കയ്യിലേൽപ്പിച്ചു. ബാബേൽ രാജാവ് സർവ്വസൈന്യങ്ങളുമായി വന്ന് ഇസ്രായേൽ മക്കളെ ബന്ധികളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. സത്യദൈവത്തെ അറിയാത്ത ഒരു ജനതയുടെ അടുക്കലേക്ക്, ഒരു ദേശത്തേക്ക്. അവിടെ അവർ മഹാകഷ്ടത്തിലായി. അവിടെ കിടന്നുകൊണ്ട് അവർ നിലവിളിച്ചു. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവവചനം കേൾക്കുവാൻ അവർ ആഗ്രഹിച്ചു. കാരണം അവർക്ക് ദേവാലയത്തിൽ പോകുവാൻ പറ്റുന്നില്ല.
പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല, ദൈവവചനം കേൾക്കുവാൻ പറ്റുന്നില്ല. എന്തിനേറെ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവാൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ ദൈവമില്ലാത്ത ഒരു ജനതയുടെ നടുവിലാണ്. അവിടെ കിടന്ന് അവർ നിലവിളിച്ചു. നമുക്കറിയാം 137-ാം സങ്കീർത്തനം. അവർ പാടുകയാണ്, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീനെന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. എന്നാൽ ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവരെ സ്വന്തം ദേശത്തേക്ക് മടക്കി അയക്കുവാൻ പേർഷ്യൻ രാജാവായ അർത്ഥശഷ്ട 1-ാമൻ രാജാവിനെ ദൈവം ഒരുക്കി. എസ്രായുടെയും നെഹമ്യാവിൻ്റെയും നേതൃത്വത്തിൽ ഈ ജനം ഇസ്രായേലിൽ ജെറുസലേമിൽ എത്തിച്ചേർന്നു. എസ്ര ഒരു പുരോഹിതനായിരുന്നു, ശാസ്ത്രിയായിരുന്നു. നെഹമ്യാവോ പേർഷ്യൻ രാജാവ് അവരുടെ മേലാക്കി വെച്ച ദേശാധിപതിയായിരുന്നു, ഗവർണറായിരുന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം ന്യായപ്രമാണമനുസരിച്ച് ജീവിക്കുവാൻ തങ്ങളെ തന്നെ ഒരുക്കിയിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവം നടന്നത് യേശുക്രിസ്തുവിനും മുമ്പ് 5-ാം നൂറ്റാണ്ടിലാണ്, 5th century BCE. നെഹമ്യാവ് എഴുതുകയാണ്, അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. നീർവാതിൽ അഥവാ വാട്ടർ ഗേറ്റ്, അതിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത്, ആ സ്ക്വയറിൽ അവർ ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് ജനം പറഞ്ഞു. ഈ ജനം എത്രമാത്രം ദാഹിക്കുന്നവരാണ്, വിശക്കുന്നവരാണ്. എന്തിനു വേണ്ടി? ദൈവവചനം കേൾക്കുവാൻ. അതുകൊണ്ടാണ് അവർ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞത് ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ച് കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ധാരാളം ലേവ്യന്മാരും ഉണ്ടായിരുന്നു. ലേവ്യ പുരോഹിതന്മാരും, അതായത് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവരും എസ്രാ ശാസ്ത്രിയുടെ വലത്തും ഇടത്തും നിന്നിരുന്നു. 26 പേരോളം ഉണ്ടായിരുന്നു. എസ്രാ സകല ജനവും കാണുകെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിനും മീതെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എത്രമാത്രം റെവറൻസാണ് അവർ തിരുവചനത്തിന് കൊടുത്തത്. എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിന് മുമ്പാകെ അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. നൂറ്റാണ്ടുകളായി അവർക്ക് അന്യമായിരുന്ന ദൈവവചനമാണ് ഇപ്പോൾ അവരുടെ മുമ്പിൽ അവർ കാണുന്നത്.
അവർ വായിച്ച് കേട്ടത്. അവർ യഹോവയെ, മഹാദൈവമായ യഹോവയെ സ്തുതിക്കുകയാണ്. അവർ വണങ്ങി സാഷ്ടാംഗം വീണു അവനെ നമസ്കരിച്ചു. ജനം താന്താൻ്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ എസ്രാ ശാസ്ത്രിയോടൊപ്പമുണ്ടായിരുന്നവർ വായിച്ചു കേട്ടത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും പറഞ്ഞു, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, കരകയുമരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. ന്യായപ്രമാണ വാക്യങ്ങൾ പ്രസ്താവിച്ച് കേട്ടപ്പോൾ ജനമെല്ലാം കരഞ്ഞുപോയിരുന്നു. അവർക്ക് സങ്കടം സഹിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ നെഹമ്യാവും എസ്രാ ശാസ്ത്രിയും അവിടെ കൂടിയിരുന്ന ലേവ്യരും അവരോട് പറയുകയാണ്, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, കരകയുമരുത്. അനന്തരം അവർ ജനത്തോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. നിങ്ങൾ കഴിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാത്തവർക്കായി ഭക്ഷണം കൊടുത്തയക്കുകയും ചെയ്യുവീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവർക്ക് സന്തോഷമുണ്ടായത്? യഹോവയുടെ വചനം കേട്ടപ്പോൾ അവർക്ക് അത്യധികം സന്തോഷമുണ്ടായി. ആ സന്തോഷമാണ് അവരുടെ ബലം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ സൺഡേ ആയിരിക്കുന്ന ഇന്ന് നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, തിരുവചനം, അത് വായിച്ച് കേൾപ്പിക്കുകയും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ, ജനമത് കേട്ടപ്പോൾ അവർക്ക് അത്യധികം സന്തോഷമാണ് ഉണ്ടായത്. അവർ ബലപ്പെടുകയാണ് ചെയ്തത്. എപ്പോൾ നാം തിരുവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമോ അപ്പോഴെല്ലാം നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. യഹോവയിങ്കലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. When the 7th month came and the Israelites had settled in their towns, all the people assembled as one man in the square before the water gate. They told Ezra the scribe to bring out the book of the law of Moses, which the Lord had commanded for Israel. So on the first day of 7th month, Ezra the priest brought the law before the assembly, which was made up of men, women, and all who were able to understand. He read it aloud from daybreak till noon as he faced the square before the water gate in the presence of the men, women, and others who could understand. And all the people listened attentively to the book of the law. Ezra the scribe stood on the high wooden platform built for the occasion. Ezra opened the book. All the people could see him because he was standing above them. As he opened it, the people all stood up. Ezra praised the Lord, the great God, and all the people lifted their hands
and responded, Amen and Amen. Then they bowed down and worshipped the Lord with their faces to the ground. They read from the book of the law of God, making it clear and giving the meaning so that the people could understand what was being read. They were instructing the people and said to them all, This day is sacred to the Lord your God. Do not mourn or weep, for all the people had been weeping as they listened to the words of the law. Nehemiah said, Go and enjoy choice food and sweet drinks, and send some to those who have nothing prepared. This day is sacred to our God. Do not grieve, for the joy of the Lord is your strength. ഇന്ന് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ഈ വേഴ്സാണ്. This day is sacred to our God. Do not grieve, for the joy of the Lord is your strength. ദൈവവചനം പഠിപ്പിക്കപ്പെടുമ്പോൾ അഥവാ നാം അത് ശ്രവിക്കുമ്പോൾ അത് വിശുദ്ധ ദിവസമാണ്. കാരണം ദൈവവചനം സകലതിനെയും വിശുദ്ധീകരിക്കും. നാം അവിടെ കരയേണ്ട, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നാം സന്തോഷിക്കണം. കാരണം For the joy of the Lord is your strength. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. ഇനി പ്രധാന വചനപാഠമായ സുവിശേഷ ഭാഗം നോക്കാം. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളാണ് പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം സ്വായത്തമാക്കുവാൻ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഈ വചനഭാഗത്തെ സെർമൺ ഓൺ ദ മൗണ്ട് എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ്മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് പല പ്രാവശ്യം യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നു. ബ്ലെസ്ഡ് ആർ യു. ഈ വേദഭാഗത്തെ അഷ്ടാനന്ദ ഗീതം എന്നും പറയും. ബിയാറ്റിറ്റ്യൂഡ്സ്, ആറ്റിറ്റ്യൂഡ്സ് ടു ബി ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെടുവാൻ അഥവാ ഭാഗ്യവാന്മാർ എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ആദ്യമായി യേശുക്രിസ്തു പറയുന്നത്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം?
ആത്മാവ് വാഞ്ചിക്കുന്നു. തൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് ആത്മാവ് വാഞ്ചിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, വിശപ്പ്. ആത്മാവിലെ ദാരിദ്ര്യം അതാണ്. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നാം എപ്പോഴും നമ്മുടെ ദൈവത്തെ വാഞ്ചിക്കുന്നവരായിരിക്കണം, ആഗ്രഹിക്കുന്നവരായിരിക്കണം. ദൈവത്തെ പ്രാപിക്കുവാൻ നാം വാഞ്ചിക്കണം. ഒരു വിശപ്പും ദാഹവും ദൈവത്തിനു വേണ്ടി നമുക്കുണ്ടാകണം. അപ്പോഴാണ് നാം ഭാഗ്യവാന്മാരായിരിക്കുന്നത്. നമുക്ക് സ്വർഗരാജ്യം അപ്പോഴാണ് ലഭിക്കുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പത്താമത്തെ വാക്യം പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നിങ്ങൾ പലപ്പോഴും ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരാകൊണ്ട് ദൈവത്തെ വാഞ്ചിക്കുന്നവർ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദുഷ്കർമ്മങ്ങളിലേക്ക് തങ്ങൾ ചായുകയില്ല. അവർ സന്മാർഗത്തിൽ നടക്കും. ദുർമാർഗത്തിൽ നിന്ന് അവർ തങ്ങളുടെ കാലുകളെ വിലക്കും. ദുർമാർഗത്തിൽ നടക്കാതെ സന്മാർഗത്തിൽ നടക്കുന്നവരെ ലോകം പകയ്ക്കും, വെറുക്കും. അവരെ കൊണ്ട് സകല തിന്മയും കളവായി പറയും. കാരണം ദൈവത്തെ ആഗ്രഹിക്കുന്നവർ, ദൈവവഴിയിൽ നടക്കുന്നവർ വ്യാജം പറയുവാനോ കൊലപാതകം ചെയ്യുവാനോ വ്യഭിചാരം ചെയ്യുവാനോ അങ്ങനെ യാതൊരു തിന്മയ്ക്കും കൂട്ടാളികളാകയില്ല. അങ്ങനെ ആകാതിരിക്കുന്ന അവസ്ഥയിൽ ജഡീകന്മാരായ പ്രാകൃതന്മാരായ മനുഷ്യർ അവരെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, അവർ നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ നീതിയെ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ നന്മയെ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരാണ്, നിങ്ങൾ സമാധാനമുണ്ടാക്കുന്നവരാണ്, നിങ്ങൾ കരുണയുള്ളവരാണ്, സൗമ്യതയുള്ളവരാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയുള്ളതായിരിക്കണം? മനോഭാവം, അതാണ് കർത്താവ് നോക്കുന്നത്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ലോകത്തിന് നാം അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് നാം ദിനം പ്രതി നിമിഷം പ്രതി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആ രൂപാന്തരപ്പെടുന്ന അവസ്ഥയിലാണ് നാം ദൈവരാജ്യത്തിന് അർഹരാകുന്ന ആ അവസ്ഥ. എപ്പോഴും നമുക്കൊരു രൂപാന്തരം ആവശ്യമാണ്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they will be comforted. Blessed are the meek, for they will inherit the earth. Blessed are those who hunger and thirst for righteousness, for they will be filled. Blessed are the merciful, for they will be shown mercy. Blessed are the pure in heart,
for they will see God. Blessed are the peacemakers, for they will be called sons of God. Blessed are those who are persecuted because of righteousness, for theirs is the kingdom of heaven. Blessed are you when people insult you, persecute you, and falsely say all kinds of evil against you because of me. Rejoice and be glad, because great is your reward in heaven. For in the same way they persecuted the prophets who were before you. നിങ്ങൾക്കൊരു മാതൃകയുണ്ട്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അഥവാ നേർവഴിയിൽ നടന്നവരെയെല്ലാം ഈ ലോകം പഴിച്ചു, ഉപദ്രവിച്ചു, പെർസിക്യൂട്ട് ചെയ്തു. അതുകൊണ്ട് നാം ധൈര്യമായിരിക്കുക എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. എത്ര വലിയ പഠിപ്പിക്കലുകളാണ്, എത്ര വലിയ വിദ്യയാണ് ഇവിടെ നിന്ന് നമുക്ക് അഭ്യസിക്കുവാൻ കഴിയുന്നത്. ഇതിൽ പരം ഒരു ടീച്ചിങ് നമുക്ക് എവിടെ നിന്നും കിട്ടുവാനില്ല. ദൈവവചനം, ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം. സ്വർഗരാജ്യത്തിന് യോഗ്യരായി തീരുവാൻ നമുക്ക് വേണ്ടത് അതാണ്. നമുക്ക് വേണ്ട ആ ആറ്റിറ്റ്യൂഡ്സ് ടു ബി ബ്ലെസ്ഡ്, അത് എത്രമാത്രം ശ്രേഷ്ഠമാണ്. വിദ്യ അഭ്യസിക്കുന്ന ഒരുവൻ, അറിവ് നേടുന്ന ഒരുവൻ ആത്യന്തികമായി എത്തിച്ചേരുന്നത് യേശു തന്നെ ക്രിസ്തു എന്ന അറിവിലേക്കാണ്. അവൻ്റെ ആത്യന്തികമായ നേട്ടം, അൾട്ടിമേറ്റ് ഗെയിൻ എന്നത് യേശു തന്നെ ക്രിസ്തു എന്ന അറിവാണ്. അങ്ങനെ യേശു തന്നെ ക്രിസ്തു എന്ന് സധൈര്യം പ്രഘോഷിച്ച അപ്പോലോസ് എന്ന ഒരുവനെ നമുക്ക് പരിചയപ്പെടാം in Acts of the Apostles chapter 18. Let us read from verse 24. Meanwhile, a Jew named Apollos, a native of Alexandria, came to Ephesus. He was a learned man with a thorough knowledge of the scriptures. He had been instructed in the way of the Lord, and he spoke with great fervor and taught about Jesus accurately, though he knew only the baptism of John. അപ്പോലോസ് എന്ന ഈ വ്യക്തി അലക്സാന്ദ്രിയക്കാരനായ ഒരു യഹൂദനായിരുന്നു. തിരുവെഴുത്തുകളിൽ അഥവാ തോറായിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവനായിരുന്നു. അദ്ദേഹം യേശുവിനെ പറ്റി കേട്ട നാൾ മുതൽ യേശുവിനെ അറിയുവാനും പഠിക്കുവാനും തക്കവണ്ണം ശ്രമിച്ചു. താൻ അറിഞ്ഞ യേശുവിനെ എരിവോടെ പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാൻ അദ്ദേഹം തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഇദ്ദേഹം സിനഗോഗിൽ പ്രസംഗിക്കുവാൻ വന്നു. അവിടെ പ്രിസില്ലായും അക്വിലായും ഉണ്ടായിരുന്നു. അവർ ആദിമസഭയിലെ വിശുദ്ധന്മാരായ സുവിശേഷകരായിരുന്നു. Verse 26. He began to speak boldly in the synagogue. When Priscilla and Aquila heard him, they invited him to their home and explained to him the way of God more adequately. അധികം സ്പഷ്ടമായി ദൈവത്തിൻ്റെ മാർഗം അപ്പൊല്ലോസിന് തെളിയിച്ചു കൊടുത്തു ഈ അക്വിലായും പ്രിസില്ലായും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പോലോസ് യോഹന്നാൻ്റെ സ്നാനമാണ് പ്രസംഗിക്കുന്നത്, മാനസാന്തര സ്നാനം. കൂടുതൽ കൂടുതൽ അപ്പോലോസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവർ നോക്കിയപ്പോൾ ഈ അപ്പോലോസ് ടീച്ചബിളായ ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഈ വിദ്യാഭ്യാസ ഞായറിൽ നാം ആയിരിക്കുമ്പോൾ നാമും എപ്പോഴും ടീച്ചബിളായിരിക്കണം. നമ്മുടെ അറിവുകൾ തുലവും പരിമിതമാണ്.
ദൈവത്തെപ്പറ്റി, ദൈവത്തെ കൂടുതൽ അറിയുവാനും ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിക്കുവാനും അവനിൽ നിന്ന് കേൾക്കുവാനും തക്കവണ്ണം നാം നമ്മെ തന്നെ പരമേൽപ്പിക്കണം. നാം ടീച്ചബിൾ ആയിരിക്കണം. ഈ അപ്പൊല്ലോസിനെ അക്കൂലായും പ്രിസ്കില്ലായും ദൈവത്തിൻ്റെ മാർഗത്തെപ്പറ്റി കൂടുതൽ സ്പഷ്ടമായി തെളിയിച്ചു കൊടുത്തു. അപ്പൊല്ലോസ് മിടുക്കനായി തീർന്നു. When Apollos wanted to go to Achaia, the brothers encouraged him and wrote to the disciples there to welcome him. ഇദ്ദേഹം യേശുവിനെ നല്ലതുപോലെ ഗ്രഹിച്ചു. അത് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അഖായിലേക്ക് പോകാൻ ഭാവിച്ച അപ്പൊല്ലോസിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ആളുകളെ പ്രബോധിപ്പിച്ചു. അവരോട് പറഞ്ഞു അപ്പൊല്ലോസിനെ സ്വീകരിക്കണം എന്ന്. ഓൺ അറൈവിംഗ് he was a great help to those who by grace had believed. വിശ്വസിച്ച ഏവർക്കും ഈ അപ്പൊല്ലോസ് നല്ല ഒരു സുവിശേഷകനായിരുന്നു. കാരണം യേശുവിനെ പറ്റി താൻ കൂടുതൽ അറിയുകയും അത് വളരെ എരിവോടെ പ്രസംഗിക്കുകയും ചെയ്തവനായിരുന്നു. For he vigorously refuted the Jews in public debate, proving from the scriptures that Jesus was the Christ. യഹൂദന്മാരുടെ ഇടയിൽ പബ്ലിക് ഡിബേറ്റിൽ ഇദ്ദേഹം യഹൂദന്മാരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെല്ലാം തെളിയിച്ചുകൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. Teach me thy way, O Lord, teach me thy way. Thy gracious aid afford, teach me thy way. Help me to walk aright, more by faith, less by sight. Lead me with heavenly light, teach me thy way. When I am sad at heart, teach me thy way. When earthly joys depart, teach me thy way. In hours of loneliness, in times of dire distress, in failure or success, teach me thy way. When doubts and fears arise, teach me thy way. When storms are spread the skies, teach me thy way. Shine through the cloud and rain, through sorrow, toil and pain. Make thou my pathway plain, teach me thy way. Long as my life shall last, teach me thy way. Where'er my Lord be cast, teach me thy way. Until the race is run, until the journey is done,